ബി.ജെ.പി കൗൺസിലർ അനിൽ ജീവനൊടുക്കാൻ കാരണം പോലീസ് നടപടിയെന്ന ബി.ജെ.പിയുടെ വാദം പൊളിച്ച് ആത്മഹത്യാക്കുറിപ്പ്. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എവിടെയും പോലീസിനെതിരെ പരാമർശമില്ല. നമ്മുടെ ആളുകളെ സഹായിച്ചെന്നും പണം തിരിച്ചടച്ചില്ലെന്നും കുറിപ്പിലുണ്ട്. എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണ്. വ്യക്തിപരമായോ ഭരണസമിതിയോ നയാ പൈസയുടെ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിന്റെ പൂർണ്ണ രൂപം മീഡിയ വണ്ണിൽ ലഭിച്ചു. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, പോലീസിനെതിരെ ഒരു പരാമർശവുമില്ല. അപ്പോഴാണ് ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ ബി.ജെ.പി മാർച്ച് നടത്തുന്നത്. ആ ദിവസം അനിൽ ആത്മഹത്യ ചെയ്ത ദിവസം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതെങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാമോ, ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ആർക്കൊക്കെയാണോ രക്ഷപ്പെടേണ്ടത്, അവരെ എത്രമാത്രം പരിശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ളത് കാണുന്നു. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പ് വരുമ്പോൾ ബി.ജെ.പിയുടെ എല്ലാ വാദങ്ങളും പൊളിയുകയാണല്ലേ? തീർച്ചയായും ബി.ജെ.പിയുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിക്കുന്ന പൂർണ്ണമായ ആത്മഹത്യാക്കുറിപ്പിന്റെ പൂർണ്ണ രൂപമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് ഈ പോലീസുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പരാമർശവും ഈ ആത്മഹത്യാക്കുറിപ്പിലില്ല. നേരത്തെ ബി.ജെ.പി നേതാക്കൾ ഒക്കെ വ്യക്തമാക്കിയത് CPM-ഉം ഒപ്പം തന്നെ പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അനിലിന്റെ ആത്മഹത്യ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇന്ന് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും അതേ കാര്യം തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ശേഷം പറയുകയും ചെയ്തത്. പക്ഷേ അതൊക്കെ പൂർണ്ണമായും പൊളിയുകയാണ്. നമ്മളുടെ ആളുകൾക്ക് പണം നൽകി, അവർ അത് തിരികെ തന്നില്ല. കൂടുതൽ സാവകാശം നൽകിയിട്ടും ആ പണം തിരികെ നൽകിയില്ല എന്നുള്ളതാണ് അനിൽ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. ഒരുപാട് തവണ ഇത്തരം കാലതാമസം വരുത്തിയിട്ടും ഒരു നടപടിയും, അതായത് റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒന്നും പോയില്ല. അതിനർത്ഥം ബി.ജെ.പിയുമായി അടുത്ത ബന്ധമുള്ള ബി.ജെ.പിയുടെ സഹപ്രവർത്തകരായി ബി.ജെ.പിയുമായി സഹകരിക്കുന്ന ആളുകൾക്ക് ഒക്കെ നൽകിയ തുക അത് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. ആരും തിരിച്ചടച്ചില്ല. അതുകൊണ്ടാണ് ഈ ബാങ്കിന് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്നും അത് തന്റെ തലയിലേക്ക് കെട്ടിവെക്കപ്പെടുകയായിരുന്നു എന്നും കൃത്യമായി വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എന്റെ ഭാര്യയെയോ എന്റെ മക്കളെയോ ആരും ക്രൂശിക്കരുത് എന്നുള്ളത് കൃത്യമായി പറയുന്നു. താൻ ഒരു തരത്തിലുള്ള അഴിമതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ നടത്തിയിട്ടില്ല. ബാങ്ക് ഭരണസമിതിയും നടത്തിയിട്ടില്ല. പണം തിരികെ ലഭിക്കാത്തതിന്റെ പ്രതിസന്ധിയാണ് നിലവിൽ ബാങ്ക് നേരിട്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ വാദങ്ങളെ പൂർണ്ണമായും പൊളിച്ചുള്ള ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ്, അതിന്റെ പൂർണ്ണ രൂപം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരികയും ചെയ്തത്. ബി.ജെ.പി ആത്മഹത്യ ചെയ്ത മിനിഞ്ഞാന്നാണ് ആത്മഹത്യ ചെയ്യുന്നത്. രാവിലെ 9:30 അദ്ദേഹം ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തുകയും ചെയ്തത്. അതിനുശേഷം രാത്രി 9:30 ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് വാർത്താസമ്മേളനം നടത്തി. ഇത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അതേ വാദം തുടരുകയും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രകോപിതനാവുകയും ചെയ്തു. അതേ വാദം തന്നെയാണ് ഇന്ന് ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള വി മുരളീധരനും ഉന്നയിച്ചത്. എന്നാൽ അവരുടെ എല്ലാ വാദങ്ങളും പൂർണ്ണമായും ഗണ്ണിക്കുന്ന, പൂർണ്ണമായും തള്ളുന്ന ആത്മഹത്യാക്കുറിപ്പിന്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പണമിടപാടുകൾ ഉൾപ്പെടെ പുറത്തു വരുന്നതോടുകൂടി ബി.ജെ.പിയുടെ ഇക്കാര്യത്തിലുള്ള ബന്ധം, അതായത് ആത്മഹത്യയിലേക്ക് നയിച്ച ക്രമക്കേടുമായി ബന്ധപ്പെട്ട ബന്ധം പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ധന്യ. ശരി വിജയൻ.